എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കോട്ട്ലൻഡിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, ഒരു അബിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് സ്കോട്ട്ലൻഡിൽ ആദ്യമായിട്ട് സിസ്റ്റേർഷ്യൻ സന്യാസിനി സമൂഹം സ്ഥാപിച്ച ഒരു അബിയായിരുന്നു. അപ്പം ഈ അബി സ്ഥിതി ചെയ്യുന്നത് സ്കോട്ട്ലൻഡിൻ്റെ ബോർഡറിലാണ്, അല്ലെങ്കിൽ നമ്മൾ സ്കോട്ടിഷ് ബോർഡേഴ്സ് എന്ന് പറയും. സ്കോട്ടിഷ് ബോർഡറിലുള്ള മെൽറോസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹിസ്റ്റോറിക്കൽ സ്ഥലത്താണ് ഈ അബി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ അബി ഇപ്പോൾ കാലപ്പഴക്കം കാരണം ഒത്തിരി റൂയിൻഡ് ആണ്, സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ട്. നമുക്ക് അബിയുടെ ഉള്ളിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ ഫെബ്രുവരി ഈ വർഷത്തെ വിൻ്ററിന് സ്കോട്ടിഷ് ബോർഡറിൽ ഒരു 5-6 ദിവസം ഹോളിഡേക്ക് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അബിയെ പറ്റി അറിഞ്ഞ് അബി പോയി വിസിറ്റ് ചെയ്തു. ചെറിയൊരു ഫീസേ ഉള്ളൂ, നമുക്ക് അബി കാണാൻ പറ്റും. അബി കണ്ടു കഴിഞ്ഞാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഡീപ്പായിട്ട് പോയത്. അപ്പം ഒരു സ്റ്റണ്ണിങ് ഹിസ്റ്ററി ഈ അബിയുടെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്കത് വീഡിയോയിലൂടെ കാണാം. സ്കോട്ട്ലൻഡിൻ്റെ കിങ് ആയിരുന്ന റോബർട്ട് ദി ബ്രൂസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഹാർവെസ്റ്റ് ചെയ്ത് ഈ അബിയിലാണ് ബെറി ചെയ്തിരിക്കുന്നത്. അതാണ് ഈ അബിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. 1306 തൊട്ട് 1329 വരെ സ്കോട്ട്ലൻഡിൻ്റെ കിങ് ആയിരുന്നു റോബർട്ട് ദി ബ്രൂസ്. ഇംഗ്ലണ്ടുമായിട്ടുള്ള വാറിന് ശേഷം സ്കോട്ട്ലൻഡ് ഇൻഡിപെൻഡൻ്റ് ആകുകയും അദ്ദേഹം രാജാവായി ഇവിടെ തുടരുകയുമായിരുന്നു. 1329 കിങ്ങിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ഡൺഫർമിൽ അബിയിൽ സംസ്കരിക്കുകയും ഹാർട്ട് ഹാർവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം മെൽറോസ് അബിയിൽ സംസ്കരിക്കുകയുമായിരുന്നു ചെയ്തത്. കിങ്ങിൻ്റെ ഹാർട്ട് ഒരു ലെഡ് കണ്ടെയ്നറിലായിരുന്നു സംസ്കരിച്ചിരുന്നത്. ഇത് 1920 ഫസ്റ്റ് ഫൗണ്ട് ഔട്ട് ചെയ്യുകയും പിന്നീട് അത് എക്സ്യൂം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു മാർക്കിംഗ് ഒന്നും ഇല്ലാതെയാണ് അത് എക്സ്യൂം ചെയ്തത്. അതിനുശേഷം 1996 ചാപ്റ്റർ ഹൗസ് ഇവാക്യുവേഷൻ നടത്തിയപ്പോൾ ഈ ലെഡ് കണ്ടെയ്നർ കണ്ടുപിടിക്കുകയും എഡിൻബറയിലെ ലാബിൽ കൊണ്ടുപോയി എക്സാമിൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് 2 വർഷം എഡിൻബറയിലെ ലാബിൽ തന്നെ ആയിരുന്നു ഈ കണ്ടെയ്നർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതിനുശേഷം 1998 ജൂൺ 22 ഒരു പ്രൈവറ്റ് സെറമണി മെൽറോസ് അബിയിൽ കണ്ടക്ട് ചെയ്യുകയും കിങ്ങിൻ്റെ ഹാർട്ട് അവിടെ ബെറി ചെയ്യുകയും ചെയ്തു. എക്സാമിൻ ചെയ്ത സമയത്ത് ഒരു പ്രൂൺ ഷേപ്പിലാണ് കിങ്ങിൻ്റെ ഹാർട്ട് അതിൽ ഉണ്ടായിരുന്നത്. സ്കോട്ട്ലൻഡ് ലോകത്തിൽ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ഹിസ്റ്ററി, മിസ്റ്ററി, വാർ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്കോട്ട്ലൻഡിലുണ്ട്. അപ്പം നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പ്രകൃതിയെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അതുപോലെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ സ്കോട്ട്ലൻഡ് നിങ്ങൾക്കൊരു അസറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് സ്കോട്ട്ലൻഡിൽ നിങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ കാണുക. അബി വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അബിയോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയമുണ്ട്. ഒരു സ്റ്റണ്ണിങ് മ്യൂസിയമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സർപ്രൈസ് എന്ന് പറയട്ടെ, സെഞ്ചുറികൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന സിസ്റ്റേർഷ്യൻ മോങ്സിൻ്റെ റോബ്സ് ഇപ്പോഴും മെൽറോസ് അബേ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പള്ളിയിലച്ഛനാണോ എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. എന്നാലും എനിക്ക് അച്ഛന്മാരുടെ ഈ ലോഹ ഫ്രീ ആയിട്ട് ഇട്ട് നോക്കാൻ പറ്റി. സിസ്റ്റേർഷ്യൻ മോങ്സ് സെൻറ്റ് ബെർണാഡ്സിൻ്റെ ഫോളോവേഴ്സ് കൂടിയായിരുന്നു. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഫിലിം. ഹോളിവുഡ് ആക്ടറായ മെൽ ഗിബ്സൺ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ആക്ട് ചെയ്ത സിനിമയാണ് ബ്രേവ് ഹാർട്ട്. ഫിലിം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഈ ഫിലിമിൽ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് റോബർട്ട് ദി ബ്രൂസ് കിങ്ങും അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ വേറൊരു നാഷണൽ ഹീറോ ആയിരുന്ന സർ വില്യം വാലസിനെയും കാണിക്കുന്നുണ്ട്. അതിൽ സർ വില്യം വാലസിൻ്റെ റോളാണ് മെൽ ഗിബ്സൺ അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫിലിം കണ്ടിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ല വീഡിയോസുമായി തീർച്ചയായിട്ടും ഉടൻ തന്നെ നമുക്ക് കാണാം.